അസേർട്ടീവ്നെസ് എന്ന് പറയും. ഇതൊരു ലൈഫ് സ്കില്ലാണ്. ഇത് വെറുതെ നമ്മൾ കേട്ടുപോയാൽ പോരാ, ഇത് ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ ഡെയിലി ലൈഫിൽ നമ്മളിത് എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്താൽ മാത്രമേ ഈ സ്കില്ലുകൊണ്ട് ഉപയോഗമുള്ളൂ. നമുക്ക് ജന്മന ഒരുപാട് സ്കിൽസ്, ഒരുപാട് പാട്ട് പാടാൻ, ഇൻസ്ട്രുമെന്റ്സ് വായിക്കാൻ അല്ലെങ്കിൽ പ്രസംഗിക്കാനൊക്കെ. പക്ഷേ ഈ ലൈഫ് സ്കിൽ എന്ന് പറയുന്നത് നമ്മൾ അക്യൂർ ചെയ്യേണ്ടതാണ്, ജീവിതത്തിൽ പഠിച്ചെടുക്കേണ്ട ഒരു സ്കില്ലാണ്. കൗമാര പ്രായത്തിലുള്ള കുട്ടികളോടും യൂത്തിനോടും ഒരു 14 വയസ്സിന് അല്ലെങ്കിൽ 10 വയസ്സ് മുതൽ ഒരു 23 വയസ്സിനകത്തുള്ള ആൾക്കാരോട് പറയാനുള്ള മെസ്സേജാണിത്. ഇതുപോലെയാണ് നമ്മളുടെ സ്കൂൾ ലൈഫിൽ, കോളേജ് ലൈഫിലൊക്കെ നമ്മുടെ പിയർ പ്രഷേഴ്സ്, നമ്മുടെ സമപ്രായക്കാരായ കുട്ടികൾ, കൂട്ടുകാർ നമ്മളോട് പറയും, എടാ നമുക്ക് ഇന്ന് ക്ലാസ് കട്ട് ചെയ്താലോ. അപ്പൊ എന്റെ ചങ്കല്ലേ പറയുന്നത്, എന്റെ കൂട്ടുകാരല്ലേ പറയുന്നത്, എനിക്ക് അവളോട് എങ്ങനെയാണ് നോ പറയുന്നത്, പറയാൻ പറ്റില്ല. നമുക്ക് കട്ട് ചെയ്താൽ വീട്ടിൽ പിടിക്കോ, ടീച്ചർ പിടിക്കോ, ഇല്ല ഞാൻ നിന്റെ കൂടെ ഇല്ലേ. അപ്പൊ ഞാൻ മാത്രമല്ല, എന്റെ കൂടെ ഒരാൾ കൂടെ ഉണ്ട്, നമുക്ക് കട്ട് ചെയ്യാം. ഇത് നമുക്ക് സിനിമയ്ക്ക് പോയാലോ, അല്ലെങ്കിൽ സ്കൂളിൽ പോണ്ട, നീ നാളെ യൂണിഫോമും കൊണ്ടുവന്ന് ഒരു കളർ ഡ്രസ്സും കൊണ്ട് വെച്ചേക്ക്. പിന്നെ അതങ്ങനെ പോയിട്ട് എന്ത് പറയും, നമുക്കൊരു ഡ്രഗ്സ് ഉപയോഗിച്ചാലോ. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾ പഠിക്കുന്ന പിയർ പ്രഷർ, കൂട്ടുകാരുടെ സമ്മർദ്ദം കാരണം നല്ല പഠിക്കുന്ന വിദ്യാർത്ഥി, നല്ല ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടികൾ പോലും എന്താണ് ഈ ഡ്രഗ്സിന് അടിമത്തത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ്. എന്തുകൊണ്ടാണ്? ഇവിടെ കണ്ടതുപോലെ അവർ നോ പറയുന്നില്ല. ഇപ്പൊ നമ്മുടെ സ്ഥലത്ത് നമ്മൾ നോ പറയണം. വെറുതെ പറഞ്ഞാൽ പോരാ, നല്ല ബോൾഡ് ആയിട്ട് നോ പറയണം. എനിക്ക് പറ്റില്ല, നിങ്ങൾ ഇവിടെ നിന്ന് ഈ ആക്ടിവിറ്റിയിൽ പോലും നിങ്ങൾ ബോൾഡ് ആയിട്ട് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ ആ കൊണ്ടുവരുന്നവർക്ക് വെക്കാൻ പറ്റില്ല. അങ്ങനെ ആയിരിക്കണം നമ്മുടെ ലൈഫിൽ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രതിസന്ധികൾ നമ്മളുടെ മുന്നിലുണ്ട്. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ നോ പറയേണ്ടടുത്ത് നോ പറയുകയും എസ് പറയേണ്ടടുത്ത് എസ് പറയാനുള്ള ഒരു കരുത്ത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. നമ്മൾ ദൈവവചനാടിസ്ഥാനത്തിൽ ജീവിക്കുന്നവരും ദൈവഭയത്തോട് ജീവിക്കുന്നവരായതുകൊണ്ട് നമ്മൾക്ക് ഉണ്ട് അതെങ്ങനെ ആ ഒരു കൂട്ടുകെട്ടിലേക്ക് പോവാതിരിക്കാനുള്ള എല്ലാ മെസ്സേജുകൾ, എല്ലാ ഇൻഫർമേഷൻ നമുക്കുണ്ട്. പക്ഷേ അത് എങ്ങനെയാണ് നമ്മളുടെ പ്രാവർത്തികമാക്കേണ്ടത്, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ലൈഫിൽ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റി പല കുട്ടികൾക്കും അറിയില്ല. അപ്പോൾ നമ്മൾ പറയേണ്ട സ്ഥലത്ത് എത്ര കൂട്ടുകാരായിരുന്നാലും, എത്ര ചങ്സ് ആയിരുന്നാലും, എത്ര ബെസ്റ്റീസ് ആയിരുന്നാലും പറയേണ്ട കാര്യങ്ങൾ നോ പറയേണ്ടടുത്ത് നോ പറയുക, എസ് പറയേണ്ടടുത്ത് എസ് പറയുക.